നോക്കൂ, ഒരാളുണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ, മൂപ്പര് പറയാ ഞാനൊരു സാമൂഹിക നിരീക്ഷകനാണ്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാന്ന. മൂപ്പര് മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ മൂപ്പർക്ക് പൊട്ടന്മാരാണ്, മൂപ്പര് മുമ്പിലിരിക്കുന്നതൊക്കെ വിഡ്ഢികളാണ്, മൂപ്പര് മാത്രമാണ് വിവരമുള്ള ആള്. ഞാൻ ഇത് പറയുമ്പോ തന്നെ ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അയാൾ നടത്തിയ ഇപ്പൊ അടുത്ത് നടത്തിയ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതെല്ലാം അങ്ങനെയാണ്. എല്ലാം എന്തിനാണ് ഞങ്ങൾ വന്നതെന്നാണ് മറക്കുക. അതെ, ഇന്ന് രാവിലെ 9:10 ഇത്ര ഞങ്ങൾ വാച്ചില് 9:30 കൊടുത്ത നോട്ടീസിൽ കാണിച്ചത് പ്രകാരമാണെങ്കിൽ മലപ്പുറത്തെ ഒരു മഹാസുന്നി സമ്മേളനത്തെ ഇന്ന് രാവിലെ 9:30 ഒരാൾ ഉദ്ഘാടനം ചെയ്യും. ഇതേ വ്യക്തി ഇന്ന് വൈകുന്നേരം 6:30 മലപ്പുറം ജില്ലയിലെ ഒരു വലിയ വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനാണ് അരണബുദ്ധി എന്ന് പറയുക. അത് പ്രസ്ഥാനങ്ങൾക്ക് ബാധിക്കുന്ന അരണബുദ്ധിയാണ്. ഒന്നും വിചാരിക്കരുത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി നിൽക്കാറില്ല. ഞാൻ കെട്ടിക്കുട്ടി കൊണ്ടുവന്നല്ല, ഇത് യോഗം പോലെ പറഞ്ഞതാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. മൂപ്പർക്ക് ഇങ്ങനെ ഇൽഹാമ് കിട്ടുകയാണ്. മൂപ്പർ അങ്ങനെയാണ് ചിലപ്പോൾ പ്രസംഗിക്കും, ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, പിന്നെ അങ്ങോട്ട് വന്നു വീഴാണ് എന്നാണ്. ഇത് ശൈത്താൻ തോന്നിപ്പിച്ച കാര്യമാണ്. കാരണം ശൈത്താനായിട്ടാണ് കമന്റ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട്. മൂപ്പരുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാണെന്നറിയാത്ത ഒരാൾ ഇയാളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇയാൾ അതിനുശേഷം ആ ആള് വന്നതിന് ശേഷമാണ് ഇപ്പറഞ്ഞ സമുദായത്തെ ശിഥിലീകരിക്കുന്ന മുഴുവൻ സംസാരങ്ങളും ഇയാളുടെ അരികിൽ നിന്നുണ്ടാകാൻ തുടങ്ങിയത്. ഇബ്രാഹിം നബി ആരാന്ന് ചോദിച്ചത്, കഅബക്ക് ബഹുമാനില്ല എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ ഈ സമുദായം കാത്തുസൂക്ഷിക്കുന്ന മുഴുവൻ വിശ്വാസങ്ങളെയും തകർക്കാനുള്ള അതിശക്തമായ സംസാരങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള പണ്ഡിതന്മാരെ അതിശക്തമായി ആക്ഷേപിക്കാൻ തുടങ്ങിയത് ഈ ചാരൻ വന്നതിന് ശേഷമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കി പിന്നെ പറയാന്നാണ് അവർ പറഞ്ഞത്. സത്യമോ അസത്യമോ നമുക്ക് കാത്തു നിൽക്കാം. അപ്പൊ ഇയാൾ പറയാ, എനിക്കിങ്ങനെ എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് എനിക്കറിയില്ല. എന്നിട്ടോ ഞാൻ ഇവിടേക്ക് വന്നല്ല, പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തിനാ അവിടേക്ക് എത്തിയത് എനിക്കറിയില്ല. മനുഷ്യൻ ആരണ ബുദ്ധി ബാധിക്കും. അത് അത്ഭുതം. നാട്ടിൽ എത്ര സുന്നികളുണ്ട്, എത്ര സുന്നി സയ്യിദന്മാരുണ്ട്. ഒരു സുന്നി സമ്മേളനം, ഒരു മഹാനായ ഒരു നേതാവ് ഒരു സുന്നി യാത്ര നടത്തുകയാണ്. അതിന് ഇന്ന് രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സയ്യിദാണ്. അരണബുദ്ധി എന്ന് പറഞ്ഞല്ലോ മൂപ്പര്. ഒരു മഹാനായ സുന്നി നേതാവ് എന്ത് ചെയ്യാണ്? ഇന്നൊരു യാത്ര നടത്തുകയാണ്. ആരെ പറ്റിയാണ്? നേരത്തെ പറഞ്ഞ ജിഫ്രി തങ്ങളെ പറ്റിയാണ്. ഈ ജിഫ്രി തങ്ങളെ പറ്റി ഇയാള് തോന്നിയാസം പറഞ്ഞു, അയാൾ വഹാബിയാണ്. ഇപ്പൊ പറഞ്ഞെന്താ? സുന്നി നേതാവ്. അരണബുദ്ധി ആർക്കാ? ഇയാള് വഹാബി നേതാവാണ്, വഹാബിയാണ്. ആര്? ഈ ജിഫ്രി തങ്ങൾ എന്ന് ഇയാൾ പറഞ്ഞു. അത് കേട്ടപ്പോ ജിഫ്രി തങ്ങളുടെ അനുയായികൾ ചീത്ത പറഞ്ഞു. അതിന്റെ മറുപടി ഇയാൾ പറഞ്ഞു, ഞാൻ പിന്നീട് കേൾപ്പിക്കാം. അപ്പൊ ഇയാൾ പറയണത് എന്താ? ആ ജിഫ്രി സുന്നി നേതാവാണ്, എന്നിട്ട് അതിൽ പങ്കെടുക്കാതെ ഇതിന് പോവുകയാണ് എന്നാണ്. ആ ഉദ്ഘാടനത്തിന് ബാക്കിലിരിക്കുന്നത് വലിയ വലിയ സുന്നി പണ്ഡിതന്മാരും സുന്നി സയ്യിദന്മാരുമാണ്. അവർ പൂർണ്ണ സുന്നികളുമാണ്. ഇന്ന് വൈകുന്നേരം 6:30, ഇതിപ്പോ 9:30 നീ ഇതിന്റെ 10 മണിക്കൂറിൽ, അല്ലെങ്കിൽ എത്ര 9 മണിക്കൂറിൽ അല്ലേ, ഇതിന്റെ 9 മണിക്കൂറിൽ നീ 10 മണിക്കൂർ ഒഴിവാണ്ട. ഇതിന്റെ 9 മണിക്കൂറിൽ ഇതേ സയ്യിദ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വഹാബി സമ്മേളനം ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഇന്ന് 2025 ഡിസംബർ 24 6:30 ഏറ്റവും വലിയ സുന്നി മഹായാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം. അതേ വ്യക്തി 9:30 ഇന്നിപ്പോ 9:30 ഒരു മഹാസുന്നി യാത്ര. ആരാ നയിക്കണ്? ഒരു വലിയ സുന്നി നേതാവ്. ആരാ കൂടെ നടക്കണ? വലിയ വലിയ സുന്നികള്. എന്തിനുണ്ടാക്കിയത്? അഹ്ലുസുന്നത്തിന് അപ്പുറം കീട്ട ഒരു കടുകിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല എന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിന് ഇന്ന് രാവിലെ ഈ സുന്നി യാത്രയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? ഒരു സയ്യിദ്. അതേ സയ്യിദ് നാളെയാണെങ്കിൽ മൂപ്പർക്ക് ഉറങ്ങിണീറ്റപ്പോ ബോധം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. 9 മണിക്കൂർ വ്യത്യാസത്തിൽ ഇതേ സയ്യിദ് അതേ ജില്ല മൂപ്പര് ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ജില്ല മാറി എന്ന് വിചാരിക്കാം.
അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് രാവിലെ 9:30 മണിക്ക് മഹാസുന്നി യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു സയ്യിദ്. അതേ സയ്യിദ് ആർക്കാണ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത്? ഒരു മഹാസുന്നി നേതാവിൻ്റെ യാത്ര. ആരാണ് ഇതിനെ അനുഗമിക്കുന്നത്? വലിയ വലിയ സുന്നി പണ്ഡിതന്മാർ. അവരൊക്കെ 100% സുന്നി. ഒരു വഹാബിയത്തിനും കടുകിട ഇളവ് കൊടുക്കാത്ത സുന്നികൾ. അവരുടെ മഹാസമ്മേളന യാത്ര മക്കായുടെ മീമുള്ള അതേ മലപ്പുറം ജില്ലയിൽ, മീം കൊണ്ടാണ് മക്കയും തുടങ്ങിയത്, മലപ്പുറം തുടങ്ങിയത്. അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് വൈകുന്നേരം 9 മണിക്കൂറിൽ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതേ സയ്യിദ്. ആരാ അപ്പ ബാക്കിലിരിക്കുന്നത്? മലപ്പുറം ജില്ലയിലും കേരളവും കണ്ട ഏറ്റവും വലിയ വഹാബി നേതാക്കന്മാർ. എന്താ സംഭവിച്ചത്? അരണബുദ്ധി. ആർക്കാണ് അരണബുദ്ധി പറ്റിയത്? ഒന്ന് സുന്നികൾക്ക് തന്നെ അരണബുദ്ധി, മറ്റൊരു പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേ മുതലെടുപ്പാണ്. ഇപ്പോൾ ആർക്കാ സംഭവിച്ചത്? ഈ യാത്ര ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ആ പ്രസ്ഥാനം അരണയായിപ്പോയി. അപ്പൊ മൂപ്പര് പറയുന്നത്, ഒരു സയ്യിദ് എന്ത് ചെയ്തു? സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം വളവന്നൂർ അൻസാരിൽ നടന്ന ഖുർആൻ സമ്മേളനം അതും ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇത് അരണബുദ്ധിയല്ലേ എന്നാണ് മൂപ്പരെ ചോദ്യം. യഥാർത്ഥത്തിൽ അരണബുദ്ധി ആർക്കാ? യഥാർത്ഥത്തിൽ കേരളത്തിലെ മതസമൂഹ രംഗത്ത്, മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ അരണബുദ്ധി കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈ കാസിമി മാത്രമാണ്. ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാൻ ഒരു ഉളുപ്പും മൂപ്പരിക്കില്ല. അതിന് മൂപ്പര് പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഞാൻ സാമൂഹ്യ നിരീക്ഷകനാണ് എന്നാണ്. ഞാൻ സാമൂഹ്യ നിരീക്ഷകനാണ്, ഇത് അരണബുദ്ധിയാണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റഹ്മത്തുള്ള കാസിമിക്ക് അരണബുദ്ധിയുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. കാരണം അയാൾ തന്നെ മുമ്പ് നടത്തിയ പ്രസംഗങ്ങളുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. പിന്നെന്താ രണ്ടാമത്തെ ഒരു നയം കൂടി ഖൈദമില്ലത്ത് പറഞ്ഞു. ഒന്ന്, എല്ലാ വിഭാഗം മുസ്ലിമീങ്ങൾക്കും ഐഡിയകൾ ഉണ്ടാവും, അവർക്ക് വീക്ഷണങ്ങൾ ഉണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരെ എല്ലാം ഒരു തട്ടിൽ നിർത്താനുള്ള, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വേദി അത് ഇന്ത്യൻ മുസ്ലിം ലീഗ് മാത്രമാണ്. മുസ്ലിം ലീഗ് എന്തിനുണ്ടാക്കി എന്ന് ഖൈദമില്ലത്ത് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കാണ് ഈ കാസിമി. കോലം കണ്ട അങ്ങക്കറിയാൻ കുറച്ച് മുമ്പുള്ളതാണ്. ഇത്ര പിരാന്തായിട്ടില്ല അന്നും ഉണ്ട്, പക്ഷെ ഇത്ര കൂടിയിട്ടില്ല. അത്യാവശ്യം ഒരു ഗുളികയൊക്കെ കഴിച്ചാൽ മാറുന്ന രോഗമായിരുന്നു അന്ന്. ഇന്ന് അതിമതൊക്കെ പിടുത്തം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല, ഞാൻ കേൾപ്പിക്കാം. എന്നിട്ട് ഖൈദമില്ലത്ത് പറഞ്ഞു, എന്തിനാ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? ഈ മുസ്ലിം സമുദായത്തിൽ വ്യത്യസ്ത ആദർശമുള്ളവരുണ്ട്, വ്യത്യസ്ത കക്ഷികളുണ്ട്. അവർക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു വേദി വേണം. അതിനാണ് മുസ്ലിം ലീഗ്. ഇതുണ്ട്, അതിൽ സുന്നിയുണ്ട്, അതിൽ പലതുണ്ട്, പല വകുപ്പുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരുപോലെയാണ്. ചിന്തിക്കും. അതിവിടുത്തെ സീരന്മാർ അങ്ങനെയായിരുന്നു. അറബി ഭാഷയിൽ, മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഇന്നുമുള്ള പള്ളിയാണ് തിരുരങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. നേരാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം, ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി. അതെങ്ങനെ? ഇയാളന്ന് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ ആ പള്ളിക്ക് തറക്കല്ലിടുന്ന സമയത്ത് ഈ കാസിമി ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയാ? അരണബുദ്ധി. സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ കരണബുദ്ധി. കാരണം സുബഹിക്ക് കുനൂത്ത് ഓതിയിട്ട്, ആ കുനൂത്തോതി സുബഹിസ്കാരം നിർവഹിച്ചിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അറബിയിൽ ഖുതുബ നടത്തുന്ന പള്ളിയിൽ ജുമഅക്ക് പോയിട്ട് ഇതാ ഈ ആഴ്ച പോയിട്ട് മൂപ്പർ എന്ത് ചെയ്യുന്നു? മലയാളത്തിൽ ഖുതുബ നടത്തുന്ന പള്ളിക്ക് തറക്കല്ലിടുന്നു. അരണബുദ്ധിയല്ലേ എന്ന് ഇയാൾ അന്നും ചോദിക്കൂലേ? ഇന്ന് ഈ ചോദിച്ചതുപോലെ ആർക്കാ അരണബുദ്ധി? പാണക്കാട് സയ്യിദന്മാർക്കാണോ? അതല്ല ഈ പറഞ്ഞ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾക്കാണോ? അതല്ല ഒരു ബുദ്ധിയില്ലാത്ത ഈ റഹ്മത്തുള്ള കാസിമിക്കാണോ? ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റിസ്റ്റായ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ്. ഒക്കെ അങ്ങനെ തന്നെ. എന്റെ നാട്ടിൽ അൽബിക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽബിക്കുട്ടിയാക്കിയാണ്. വഹാബ് സാഹിബിന്റെ വാപ്പ രണ്ട് സമയത്ത് ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കിയാണ്.
ഇന്ത്യൻ മുസ്ലിം കൊണ്ടുവന്നു അലബുട്ടിയാക്കാണ്. ഈ അലബുട്ടിയാക്കാൻ്റെ മകൻ വഹാബിന് ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാ? ഉടനെ പറഞ്ഞു അതാരാ ആരാ? എല്ലാവരും പറഞ്ഞു സുല്ലമുസ്സലാമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും വാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല, സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP ഭാഗത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് ഇന്ന് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. വാബ് സാഹിബിന്റെ പള്ളിയിൽ വാബ് സാഹിബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ കൊടുത്ത് പള്ളി ഉണ്ടാക്കി. രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കലണ്ടർ ചന്ദ്രിക, ഒരു കലണ്ടർ സുല്ലമുസ്സലാമിൻ്റെ. അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ. അവരെ വാപ്പ അങ്ങനെ കറകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കറകളഞ്ഞ ലീഗുകാരനാണ്. അവരോടൊക്കെ കലകറഞ്ഞ സുന്നി കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാൻ. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉദ്ഘാടനത്തിന്? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ടും തന്നെ ശാപങ്ങൾ കൊണ്ടുവരാണ്. ശാപനങ്ങൾ വന്നു. ശാപനങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പോകില്ലല്ലോ. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ. ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു. ഇത് നടന്ന കാര്യമല്ലേ? നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. ഞാൻ നിലമ്പൂർക്കാരനല്ലേ? നടന്നല്ലോ, നടന്നു. നിങ്ങൾ കുറെ ആളുകൾ പറയാണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടന്നല്ലോ, ഉണ്ടായല്ലോ, നടന്നല്ലോ. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ തിരിച്ച് പള്ളി തങ്ങുമ്പോ തങ്ങളെ ചെരുപ്പ് കാണാല്ല. അപ്പോൾ വാബ് സാഹിബിന്റെ കമന്റ്, തങ്ങളെ ഞങ്ങൾ മുജാഹിദാണെങ്കിൽ നിങ്ങളെ ബർക്കത്തിനൊക്കെ വിശ്വാസം ഉണ്ടാവും. ഏതെങ്കിലും മുജാഹിദ് ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഇതാണ് കേരളം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കീരിയും പാമ്പിനെ യോജിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല. പിന്നെ നിങ്ങൾ ബുദ്ധിയില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടില്ല. അപ്പോ ആർക്കാ ബുദ്ധിയില്ലാത്തത്? ഇതേ കാര്യം ഇന്ന് ചെയ്യുമ്പോ അന്ന് ശിഹാബ് തങ്ങൾ ചെയ്ത അതേ കാര്യം, അത് പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. അറബിയിൽ ഖുത്ബ നടത്തുന്ന പള്ളിയല്ല, മലയാളത്തിൽ ഖുത്ബ നടത്തുന്ന പള്ളി. സുബഹിക്ക് കുനൂത്തോതാത്ത പള്ളി, ഫർള് നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയില്ലാത്ത പള്ളി, സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കുന്ന പള്ളി, റമളാനിൽ രാത്രി നമസ്കാരം 11 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളി. ഈ പള്ളി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ച കേരളത്തിലെ സുന്നി സമൂഹത്തെ ഈ വിഷവാക്കുകൾ പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അരണബുദ്ധി അല്ല, ഇത് മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുള്ള ജീവികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അരണ എന്ന് പറഞ്ഞിട്ട് ഈ ജാതി ആളുകളെ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. ഇത് വിഷജീവികളാണ്, അരണയെ പോലെ സാധുജീവികളല്ല.